അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്റർനെറ്റ് ആധുനിക ജീവിതത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണ് അത്. ആഗോള ജാലികയിലെ അസാന്നിധ്യം ഫിസിക്കൽ അസാന്നിധ്യത്തോളം തന്നെ വലുതാണ്. ഇമെയിൽ, വെബ്സൈറ്റ്, സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ തുടങ്ങി വ്യത്യസ്ത സംവിധാനങ്ങൾ അറിയാനും ആശയവിനിമയം നടത്താനും ഏറ്റവും ചെലവ് കുറഞ്ഞതും എന്നാൽ ഏറ്റവും വേഗതയേറിയതുമായ ഒരു വലിയ പ്രപഞ്ചമാണ് മനുഷ്യന് മുന്നിൽ മലർക്കെ തുറക്കപ്പെട്ടിരിക്കുന്നത്. മിഷൻ സോഫ്റ്റ് ആശയവിനിമയ രംഗത്ത് വൻ വിപ്ലവമാണ് ഈ ഡിജിറ്റൽ യുഗം സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരാൾ എഴുതുന്നത് മറ്റൊരാൾ വായിക്കുന്നതിന് പകരം അനുവാചകന് ഇടപെടൽ സുസാധ്യമാകുന്ന ഒരു വിനിമയ രീതിയാണ് ആശയ കൈമാറ്റം എത്തി നിൽക്കുന്നത്. ഒരു ഭാഗത്ത് ദുരുപയോഗപ്പെടുത്തപ്പെടുമ്പോഴും മറുഭാഗത്ത് അത് സുസാധ്യമാകുന്ന ക്രിയാത്മകതയുടെ ഒരു വലിയ ലോകം നമുക്ക് കാണാതിരുന്നുകൂടാ. ഈ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വിവിധ ഗൾഫ് രാഷ്ട്രങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ മുൻകൈയെടുത്ത് കേരളത്തിലുള്ള ഇസ്ലാമിക പ്രവർത്തകരുടെയും സഹകരണത്തോടെ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ മിഷൻ സോഫ്റ്റ് ഫൗണ്ടേഷൻ രൂപീകരിച്ചത്. വിവര സാങ്കേതിക വിദ്യയുടെ ലോകത്ത് ഇസ്ലാമികമായ വിവിധ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും രൂപം നൽകുകയാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം. ഇസ്ലാം ഓൺ വെബ്. മിഷൻ സോഫ്റ്റ് ഫൗണ്ടേഷന്റെ ആദ്യ പദ്ധതിയാണ് ഇസ്ലാം ഓൺ വെബ് .net. ഒരു വർഷത്തോളമായി അണിയറയിൽ തയ്യാറായി കൊണ്ടിരിക്കുന്ന ഈ വെബ്സൈറ്റ് ഇവിടെ മിഴി തുറന്നിരിക്കുകയാണ്. അത് ചിലന്തി ജാലികയുടെ അനന്ത സാധ്യതകളിലേക്ക് അത് കാലുവെച്ചിരിക്കുന്നു. മലയാളത്തിലെ ഏറ്റവും സമ്പൂർണമായ ഇസ്ലാമിക് ലൈവ് വെബ്സൈറ്റ് എന്ന ലക്ഷ്യത്തോടെയാണ് സൈറ്റിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും തുടരുന്നതും. സൈറ്റിന്റെ ഉള്ളടക്കം 3 മെനുകളിലൂടെയാണ് സൈറ്റിനെ നാവിഗേഷൻ സംവിധാനിച്ചിട്ടുള്ളത്. ആദ്യ പ്രധാന നാവിഗേഷനിലൂടെ ഖുർആൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വിശ്വാസം, കർമ്മശാസ്ത്രം, ഹദീസ്, തസവുഫ്, ചരിത്രം, ജീവിത മര്യാദകൾ, വ്യക്തിത്വങ്ങൾ, ഇസ്ലാമിലേക്ക് തുടങ്ങിയ പരമ്പരാഗത മതവിഷയങ്ങൾ വിവിധ സബ് കാറ്റഗറികളായി ലഭ്യമാക്കിയിട്ടുണ്ട്. ഓരോ കാറ്റഗറിയിലേക്കും കഴ്സർ എത്തുന്നതോടെ അതിന് കീഴിലുള്ള വിവിധ സബ് കാറ്റഗറികൾ പോപ്പ് ഡൗൺ ആയി കടന്നു വരുന്നു. ഹോം പേജിൽ നിന്നും കാറ്റഗറി പേജിലേക്കും അവിടെ നിന്നും സബ് കാറ്റഗറി പേജിലേക്കും ശേഷം ലേഖന പേജിലേക്കും എത്തിപ്പെടുന്ന രീതിയാണ് സൈറ്റിന്റെ സംവിധാനം. ഇസ്ലാമിലേക്ക് എന്ന കാറ്റഗറിയിൽ നിന്നും വിവിധ മതങ്ങളെ ബന്ധപ്പെടുത്തിയുള്ള താരതമ്യ പഠനങ്ങളും ഇസ്ലാമിനെതിരെയുള്ള ആരോപണങ്ങൾക്കുള്ള മറുപടികളും തുടക്കക്കാർക്കും മറ്റു മതസ്ഥർക്കും ഇസ്ലാമിനെ പരിചയപ്പെടുത്താനുള്ള സംവിധാനവുമുണ്ട്. രണ്ടാം മെനുവിൽ വർത്തമാനം, കുടുംബം, ജീവിത രീതി, ആരോഗ്യം, ശാസ്ത്രം, കല, സാഹിത്യം, വിദ്യാഭ്യാസം, മുസ്ലിം ലോകം, കുട്ടികൾ, ചോദിക്കാം തുടങ്ങിയ കാറ്റഗറികളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. വൈവാഹിക ജീവിതം, രക്ഷകർത്തം, സ്ത്രീ, ലൈംഗികം, കുടുംബം, ഫിഖ്, വസ്ത്രം, ഫാഷൻ, ഭക്ഷണം, പാചകം, യാത്ര, കാഴ്ചകൾ തുടങ്ങിയ വിഷയങ്ങൾ അടങ്ങിയ കുടുംബം ആൻഡ് ലൈഫ് സ്റ്റൈൽ സെഷനും വിശ്വാസവും ശാസ്ത്രവും ആരോഗ്യവും പ്രവാചക വൈദ്യം, പരിസ്ഥിതി, ടെക്നോളജി എന്നിവ അടങ്ങിയ ആരോഗ്യം, ശാസ്ത്രം സെഷനും സൈറ്റിന്റെ പ്രത്യേകതയാണ്. കുട്ടികൾക്കായി സംവിധാനിച്ച കഥകളും കവിതകളും മത്സരങ്ങളും അടങ്ങുന്ന പ്രത്യേക സെഷൻ സൈറ്റിന്റെ വ്യതിരിക്തമാക്കുന്നു. ഫത്വ ബാങ്കും സന്ദർശകരുടെ ഭാഗത്തു നിന്നും ഇസ്ലാം, കർമ്മശാസ്ത്രം, വിശ്വാസം, രക്ഷാകൃതം, കുടുംബജീവിതം, വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങളിൽ അവരുടെ സംശയങ്ങൾ ചോദിക്കാനുള്ള സംവിധാനവും സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ രംഗത്തുള്ള വിദഗ്ധർ അതിന് മറുപടി നൽകുന്നതും അത് എത്രയും വേഗം സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതുമാണ്. മുസ്ലിം ലോകത്തെ വാർത്തകൾ, ആനുകാലിക വിഷയങ്ങളിലെ വിശകലനങ്ങൾ, അന്വേഷണങ്ങൾ, അഭിമുഖങ്ങൾ എന്നിവയുമായി വർത്തമാനം എന്ന സെഷൻ സൈറ്റിന്റെ
പരിപൂർണമായും ഒരു ലൈവ് സൈറ്റാക്കി മാറ്റുന്നു. പ്രഭാഷണങ്ങളും ഗാനങ്ങളും അടങ്ങിയ ഓഡിയോ വീഡിയോ രേഖകളും പുസ്തകങ്ങളും മറ്റും ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്ന ഡൗൺലോഡ് നെറ്റ് കേരളത്തിലെ പ്രമുഖ പണ്ഡിതനായിരുന്ന മർഹൂം കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് തയ്യാറാക്കിയ ഖുർആൻ പരിഭാഷയുടെയും വിശദീകരണത്തിന്റെയും ഓൺലൈൻ പതിപ്പ് തുടങ്ങിയവും സൈറ്റിന്റെ പുതുമകളാണ്. സൈറ്റിന്റെ ഏറ്റവും മുകൾ ഭാഗത്തുള്ള നാവിഗേഷനിലൂടെ ഈ സെഷനുകളിൽ എത്തിപ്പെടാം. സന്ദർശകരുമായി സംവദിക്കുന്നതിന്റെ ഭാഗമായി ഓരോ ലേഖനത്തിനും കമന്റ് ചെയ്യാനുള്ള സൗകര്യം, അപ്ഡേറ്റ് ലഭിക്കാനായി ഇമെയിൽ സമർപ്പിക്കുന്നതിനുള്ള സംവിധാനം, ഇസ്ലാം ഓൺ വെബിന്റെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഗൂഗിൾ പ്ലസ്, യൂട്യൂബ് തുടങ്ങിയ സോഷ്യൽ നെറ്റ്വർക്കിംഗ് പേജുകളിലേക്കുള്ള ലിങ്കുകൾ തുടങ്ങിയ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഈ ലോകത്തുള്ളവർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്താനും തെറ്റിദ്ധാരണകൾ തിരുത്താനും ഇത് ഏറെ സഹായമാകുമെന്നാണ് ഞങ്ങളുടെ ശുഭ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ഇതൊരു സ്വാലിഹായ പ്രബോധന പ്രവർത്തനമാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. നാഥൻ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ.